ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. എൻ്റെ ഒരു ഹെയർ കെയർ പാക്കും പിന്നെ എൻ്റെ ഗാർഡനിങ്ങിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുമാണ് ഈ വീഡിയോയിൽ. മുടി ഉള്ളു വയ്ക്കാനും നീളം വയ്ക്കാനും താരം പോകാനും ഈ ഒരൊറ്റ പാക്ക് ഇട്ടാൽ മതി. ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ പാക്ക്. അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയും പൂവാണ്. അത് നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റനിങ്ങിനും നമ്മുടെ സ്കാൽപ്പിനൊക്കെ വളരെ നല്ലത്. അതായത് സ്കാൽപ്പിനും മുടിക്കും നല്ലതായ സാധനങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് തന്നെ. അതിൽ നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറ്റാർ വാഴ. അത് ഞാൻ എൻ്റെ കയ്യിൽ ചെറുതായിരിക്കുന്നത് കാരണം ഞാൻ 2 തണ്ട് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ മുടി അനുസരിച്ച് നല്ല ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ കണ്ടോ, ഇതിലൊരു മഞ്ഞ കളർ ഒരു പശയുണ്ട്. ഈ പശ പോയി കഴിഞ്ഞിട്ടേ നമ്മൾ ഹെയർ പാക്കിലേക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തലയിൽ ചൊറിച്ചിലും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇലകളും പൂവും തണ്ടും ഒക്കെ കഴുകാം. അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് നല്ല കറിവേപ്പില. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്നതാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. പുതിയ മുടിയിഴകളൊക്കെ നന്നായിട്ട് വളരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സവാള. അപ്പം ഇതൊക്കെ ചേർത്ത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. കൂടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. തലേ ദിവസം കുറച്ച് ഉലുവ, ഒരു 2 ടീസ്പൂൺ ഉലുവ കുതിർക്കാനായിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ പറിച്ച് വെച്ച സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച് നന്നായിട്ട് അരയ്ക്കുക. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കറ്റാർവാഴയും ഉലുവയും നല്ല തണവ് നമ്മുടെ തലയ്ക്ക് നൽകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ തലനീരിറക്കമുള്ളവർ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അവർക്ക് പറ്റുന്ന വേറൊരു ഹെയർ കെയർ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു പിടി ചോറ് വേണം. ചോറ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സോഫ്റ്റ് ആക്കാനും നല്ല കനം വയ്ക്കാനും അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറും, നല്ല ഉള്ളു തോന്നിപ്പിക്കും. അതുകൂടി ചേർത്ത് നമുക്ക് അരയ്ക്കണം. അപ്പോൾ നമുക്ക് കറ്റാർ വാഴ ഇതിൻ്റെ മുള്ളൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കൂട്ടും കൂടി നമുക്ക് വേണം. അതാണ് ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്. അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അറിയില്ലെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായി. നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ പാക്ക് ഇതുണ്ടാക്കുമ്പം മുടി കൊഴിച്ചിലിന് വേറെ, താരന് വേറെ, കട്ടി കൂടാൻ വേറെ, ഇതൊന്നും വേണ്ട. ഈ ഒരു പാക്ക് മതി. എല്ലാം നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങളും സ്പ്ലിറ്റൻസും ഒക്കെ മാറും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹെയർ പാക്ക് ഇടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ഏതാണോ തേക്കുന്നത് ആ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണം അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ചെറിയൊരു ചൂട് കിട്ടുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ സുഷിരങ്ങളും ഒക്കെ നന്നായിട്ട് തുറക്കും. പിന്നെ അതേപോലെ തന്നെ ഈ എണ്ണ തേക്കുമ്പോൾ, അതായത് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രക്തോട്ടം കിട്ടാനും ഒക്കെ നല്ലതാണ്. കാരണം നമ്മൾ ഹെയർ പാക്ക് കിട്ടുമ്പോൾ നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ നല്ല ഡ്രൈ ആയിട്ട് പോവും. അതില്ലാതിരിക്കാനും നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്കാൽപ്പിലും ചെയ്യണം, അതുമാതിരി തന്നെ മുടിയുടെ ബോഡിയിലും ഒക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. തുമ്പത്തും ഒക്കെ നന്നായി പരട്ടി കൊടുക്കണേ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ തലമുടിക്കുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഹെയർ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുമ്പോൾ മാറിപ്പോകട്ടോ. നല്ല ഹെയർ പാക്കൊക്കെ ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ അതുകൂടാതെ ഭയങ്കര എക്സസീവായിട്ട് ഭയങ്കര കൂടുതലായിട്ടുള്ള ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് നല്ല ടാബ്ലറ്റ്സും പിന്നെ ഡോക്ടറൊക്കെ ഒന്ന് കൺസൾട്ടൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഹെയർ പാക്ക് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഓരോരോ ഭാഗം മുടിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. തലയൊട്ടിയിൽ നന്നായിട്ട് തേക്കണം. പിന്നെ ചെവിയുടെ പുറകിൽ കഴുത്തിൻ്റെ പിന്നിലൊക്കെ നന്നായിട്ട്, ആ കഴുത്തിൻ്റെ പിന്നിൽ മുടിയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. കാരണം ചെറിയ താരനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലമല്ല, എങ്ങാനും താരൻ്റെ ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. പിന്നെ നമ്മൾ ഹെയറിലും തുമ്പ് വരെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ബോഡിയിലൊക്കെ നന്നായി തേച്ച് കൊടുക്കണം. അങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടും. നമ്മൾ ഫ്ലാക്സ് സീഡൊക്കെ നമ്മൾ ചേർത്തേക്കുന്ന കാരണേ. ഒരു ദിവസത്തിൽ നമ്മുടെ ഹെയറിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. നമ്മുടെ ഹെയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും
അതോടുകൂടി മാറിക്കോളും. ഇങ്ങനെ ഹെയർ പാക്ക് ആഴ്ചയിൽ 2-3 ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഇതുപോലെ നല്ല രീതിയിൽ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഇനി അരമണിക്കൂർ നമ്മളൊന്ന് ഇത് തലയിൽ വെക്കണേ. ഇനിയിപ്പോൾ നല്ല തലനീരർക്കൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ ജലദോഷം വരുമെന്ന് പേടിയുള്ളവരൊക്കെ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചീത്തയായി ഡ്രസ്സ് ഏതെങ്കിലും ഇടുകയാണെങ്കിൽ നല്ലതാട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മൊത്തം ചീത്തയാവും. ഞാൻ അതേ മുടി അമ്മക്കെട്ടൊക്കെ കെട്ടി വെച്ചു, ചുറ്റിയൊക്കെ വെച്ചു. ഇനി അരമണിക്കൂർ നേരത്തേക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഒന്ന് ഹാളൊക്കെ ഒന്ന് അടിച്ച് വരണം. അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് കാണാം. നമ്മളൊരു ചെടിക്ക് നന്നായിട്ട് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വളരില്ലേ? നല്ല ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും നല്ല രീതിയിൽ നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മുടെ മുടിയും നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വളരും. കണ്ടപ്പോൾ എൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി കുളിച്ച് മുടിയൊക്കെ ഒന്ന് ഉണങ്ങി കട്ടിത്തരാം കേട്ടോ. കൂളി കഴിഞ്ഞു. ഇനി മുടി ഉണങ്ങിയാലാണ് മുടി എങ്ങനെയാണ് നല്ല ഇങ്ങനെ വിടാതെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മുടിയൊക്കെ ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ പുട്ടിത്തുള്ളി പരിപാടികളൊക്കെ ഞാൻ കഴിക്കട്ടെ. ഈ ടോണർ കാണുന്നുണ്ടായിരുന്നില്ല, പിള്ളേരെ എവിടെയാണോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. കുറേ തപ്പിട്ടാണ് കിട്ടിയത് ടോണർ. ഞാൻ സാധാരണ ടോണർ അടിക്കാറുണ്ട്, കുറേ നാളായിട്ട് കാണുന്നത്. പിന്നെ എനിക്ക് കട്ടിലിൻ്റെ അടിയിലേക്ക് പിള്ളേര് എറിഞ്ഞ് കളിച്ചിട്ട് നമ്മൾ ഹെയറിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ സ്കിന്നിനും അതേപോലെ തന്നെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിരിക്കും കേട്ടോ. കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ടോണർ, മോയ്സ്ചറൈസിങ്, മോർണിംഗ് ടൈമിലാണെങ്കിൽ സൺസ്ക്രീൻ, ഇത് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഞാനാണെങ്കിൽ മോയ്സ്ചറൈസിങ്ങിൻ്റെ ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച കാരണം തുറക്കാനും കിട്ടണില്ല. എന്നിട്ട് പോയിട്ട് തുറന്ന് വന്നിട്ട് തയ്ക്കുക. നമ്മൾ ഈ മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആ ജലാംശം ഉണ്ടല്ലോ, സ്കിന്നിലെ ജലാംശം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഏജിങ്ങിന് തടയും. കഴിഞ്ഞു. ഇനി മുടിയൊക്കെ ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ട് ഇനി കുറച്ച് നേരം അവരിരുത്തി ഒന്ന് പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന ചൊല്ലണം, ഭക്ഷണം കഴിക്കണം, കിടക്കണം. ഞാൻ ഉച്ച തിരിഞ്ഞിട്ടാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ ഉണങ്ങാനായിട്ട് കുറേ നേരം എടുക്കും. അപ്പോൾ അത് കാരണം തല ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, മക്കളുടെ കാര്യം നോക്കിയാണ് എൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവരും ഉറങ്ങി. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലും പ്രയറൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങി. അന്നമ്മ മാത്രം ഉറങ്ങിയിട്ടില്ല, ബാക്കി 2 പേരും ഉറങ്ങി. ഇനി ചേട്ടനാണെങ്കിൽ ഓവർ ടൈം ആയതുകൊണ്ട് ചേട്ടൻ കുറച്ചുകൂടി നേരം വൈകും വരുമ്പോൾ. ഞാൻ ഇന്നലെ വൈകുന്നേരം മുടി ഉണങ്ങാൻ വേണ്ടി കാത്തിരുന്ന് ഒരുപാട് നേരം വൈകിട്ട് മുടി ഉണങ്ങുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാലത്ത് എന്തായാലും മുടി ഉണങ്ങിയിട്ട് അതിൻ്റെ മുടിയുടെ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ കാട്ടിത്തരാം. കണ്ടോ, മുടി നല്ല സോഫ്റ്റ് ആവും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. എൻ്റെ മുടി കോലമുടി ആയതുകൊണ്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇത്തിരി കേളി ആയിട്ടുള്ള ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് നല്ല ഉള്ളു വെച്ച പോലെയൊക്കെ തോന്നും. നല്ല ഇങ്ങനെ മുടി ഇങ്ങനെ പൊന്തി നല്ല രസത്തിൽ കിടക്കും. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പണ്ടൊക്കെ എനിക്ക് ഷോർട്ട് ഹെയർ ആയിരുന്നു ഇഷ്ടം, പക്ഷേ ഇപ്പോൾ ലോങ് ഹെയറാണ് ഇഷ്ടം. ഇപ്പം എന്തോ വളർത്താൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോങ് ഹെയർ. അങ്ങനെ മുടി പരിപാലനം കഴിഞ്ഞു. ഇനി ചെടി പരിപാലനം തുടങ്ങണം. അതിനേക്കാൾ മുന്നേ ഒരു കാപ്പി. ആൻ്റപ്പനെ ഞാൻ പാലെടുക്കാനായിട്ട് വിട്ടു. സാധാരണ അപ്പയും അതും കൂടിയേ പോവുക. ഇപ്പോൾ ആൻ്റപ്പനെ ഞാൻ വിട്ടു. കാപ്പിയൊക്കെ ഒന്നും കുടിച്ച് കഴിഞ്ഞൊരു ഉഷാറ് കിട്ടുമല്ലോ. അപ്പം നല്ല പാൽക്കാപ്പി ഉണ്ടാക്കുകയാണ്. കാപ്പി ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ല മധുരത്തിൽ ഉണ്ടാക്കി കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ മധുരം ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞാൽ നല്ലതാണല്ലോ, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഷുഗറൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ള കാരണം ഞാൻ മധുരം കുറച്ച് ഉപയോഗിക്കുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ആൻ്റപ്പനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ജസ്റ്റേഷണൽ ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴേ നന്നായിട്ട് കെയർ എടുക്കണം. ഞാൻ എപ്പോൾ കാപ്പി കുടിക്കുകയാണെങ്കിലും ഈ കപ്പിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് പതിപ്പിക്കും. അങ്ങനെ നല്ല പതയോട് കൂടിയിട്ട് കാപ്പി കുടിക്കാനാണ് എനിക്കിഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഈ കാപ്പി കൂടി ഭയങ്കര അഡിക്ഷനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി അത് പതുക്കെ മാറ്റണം. പക്ഷേ മാറ്റണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, എനിക്ക് പറ്റണില്ലാന്നേ. കാലത്ത് ഒരു 8-8:30-9 മണിയാകുമ്പോൾ ഉള്ളിൽ നിന്നൊരു ത്വര വന്നു തുടങ്ങും. അയ്യോ കാപ്പി കുടിക്കണ്ടേന്ന്. പക്ഷേ ഞാനത് എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്കറിയാം അത് പൊട്ട ശീലമാണ്. പതുക്കെ മാറ്റണം. ഞാൻ ദേ കാപ്പി കുടിക്കണതിൻ്റെ കൂടെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ദേ കാപ്പിയുടെ ഉള്ളിക്കുക ബിസ്ക്കറ്റാണ് പോയി. എന്തൊരു കഷ്ടമുണ്ടായി. എനിക്കാണെങ്കിൽ അതിനേക്കാൾ വലിയ വിഷമില്ല.
കൈ കൊണ്ട് എടുത്ത് തിന്നാൻ പറ്റുന്നതൊക്കെ തിന്നു. എന്നിട്ട് ഞാൻ ഈ റോസാ ചെടിക്ക് വളമൊക്കെ ഇടാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. റോസാ ചെടിയിൽ നിറയെ പൂ കായ്ക്കാൻ വേണ്ടിയിട്ട്, പൂ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമായി മുട്ടേരത്തോട്. ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടേരത്തോടൊക്കെ ഉണക്കി വെക്കും. നന്നായിട്ട് കഴുകി ഉണക്കാൻ വെച്ച് ഈ ഒരു കുഞ്ഞ് നീല ബക്കറ്റിലാണ് ഞാൻ ഉണക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കും. അത് പഴയൊരു മിക്സിയുടെ ജാറുണ്ട് എനിക്ക്, എന്നിട്ട് ഞാനിങ്ങനെ പൊടിക്കും. എന്നിട്ട് കുറച്ചൊരു പിടി എടുത്തിട്ട് കുറച്ച് ഈ ചെടിയുടെ വേരിനോട് അടുപ്പിച്ചിടാൻ പാടില്ല. ഈ സൈഡിലോട് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണ് ഇത്തിരി അങ്ങ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പൊടിയിട്ട് കൊടുത്ത് നോക്കിക്കാൻ ഭയങ്കര റിസൾട്ടാണ്. നല്ല രീതിയിൽ പൂവും വരും. ചെടിച്ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ, അതായത് ചെടിച്ചട്ടിയുടെ ഉള്ളിൽ കേട്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വളരില്ലേ, അതങ്ങനെ വളരണ കണ്ട അപ്പം തന്നെ നിങ്ങളത് പറിച്ചെടുത്ത് കളയണം കേട്ടോ. കാരണം നമ്മളിടുന്ന വളങ്ങളൊക്കെ ആ ചെടി വലിച്ചെടുത്ത് നമ്മുടെ ശരിക്കുള്ള ചെടിയുടെ ഗ്രോത്ത് അങ്ങ് പോവും. അതിന് നമ്മളൊരു അവസരം കൊടുക്കല്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം വേരോട്ടം ശരിക്ക് ഒക്കെ റെഡി ആവാനൊക്കെ മണ്ണൊന്ന് ഇളകി റെഡിയായ മണ്ണിലാണ് നന്നായിട്ട് വേരൊക്കെ ഇടുക. അപ്പോൾ ഇത്തിരി ഇളക്കിയൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ചകിരിച്ചോറ് പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ചെടി പരിപാലനമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെടി ഒന്ന് നനച്ച് കൊടുക്കണം. നമ്മൾ എന്ത് വളം ഇട്ട് കഴിഞ്ഞാലും കുറച്ചൊന്ന് നനച്ച് കൊടുക്കണേ. അതൊന്ന് ആ മണ്ണിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വേരുകളിൽ നന്നായിട്ട് എത്തിപ്പെടാനും അത് വേരുകളിലേക്ക് എത്തി അത് വലിച്ചെടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നനച്ച് കൊടുക്കണേ. പിന്നെ ഈ വളം എപ്പോൾ ചെയ്യുകയാണെങ്കിലും ഒന്നല്ലെങ്കിൽ കാലത്ത് അല്ലെങ്കിൽ നല്ല വൈകിട്ട് ഈ സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. നല്ല വെയിലുള്ള സമയത്ത് പരമാവധി ഇങ്ങനെ വളടൽ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുകയാണ് നന്നാവാട്ടോ. അതിപ്പോൾ ഏത് വളമാണെങ്കിലും, ഇപ്പോൾ സ്യൂഡോമോണസ് ആണെങ്കിലും വെറിയ ആണെങ്കിലും വേറെ ഏത് തരത്തിലുള്ള വളം ചെയ്യുകയാണെങ്കിലും നമ്മൾ വൈകുന്നേരമോ അല്ലെങ്കിൽ കാലത്തോ അതിരാവിലെയോ ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സമയം. പിന്നെ ഇത് കണ്ട, ഇത് മുന്തിരിങ്ങോ ഞാവലോ അല്ല കേട്ടോ, നല്ല അതേ ഷേപ്പിലുള്ള നല്ല എരിയുള്ള മുളകാണ്. ഈ മുളക് നമ്മുടെ പറമ്പിൽ ഉണ്ടായതാട്ടോ. നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കാം, നല്ല എരിയുള്ള മുളകാണ്. അങ്ങനെ ആ മുളകൊക്കെ ഇവരുടെ കയ്യിൽ പെടാത്ത സ്ഥലത്ത് എടുത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുന്തിരിയാന്നൊക്കെ പറഞ്ഞ് എടുത്ത് തിന്ന് കഴിഞ്ഞാൽ എരിഞ്ഞു ഓടേണ്ട അവസ്ഥ വരും. അപ്പോഴത്തേക്കും ആമസോൺ ചേട്ടൻ ഒരു പ്രിൻ്റർ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് തന്നു. മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ ഓരോന്ന് പ്രിൻ്റ് എടുക്കലൊക്കെ കൂടി വരിക. ഇവളൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അവൾക്ക് ആർട്ട് ആൻഡ് ലിറ്ററി കോമ്പറ്റീഷനാണ്. അപ്പോൾ ആൻ്റപ്പനും പോയിട്ടില്ല, ആൻ്റമ്മയും പോയിട്ടില്ല. ഇവിടെ വീട്ടിലിരിക്കുക. ആദൂട്ടിനെ വിട്ടു, ആദൂട്ടിനെ പറ്റിച്ചിട്ട് വിട്ടേക്കണേ. ആദൂട്ടിൻ്റെ വിചാരം ഇവർക്ക് ക്ലാസ് ഉണ്ടെന്നാ, അല്ലെങ്കിൽ അവനും പോവില്ല. ഇന്നലെ തന്നെ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുക, ചെടികൾ കെയർ ചെയ്യുക, സ്കിന്ന് കെയർ ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റാ.